ഇന്നത്തെ നമ്മുടെ റെസിപ്പി അച്ചിങ്ങ വരട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാം അച്ചിങ്ങ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ സ്റ്റൗ ഓൺ ചെയ്യാം. ഇങ്ങനെയൊക്കെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. ഈ സമയത്ത് ഞാനൊരു ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ ഒരു പച്ചമുളക് ഇട്ടു. ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞത് അതിട്ടു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. അതെ, ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ പച്ചക്കറിയുടെ ഇന്നത്തെ കൂട്ട്. ഇതാണ് കേട്ടോ, ഒരു സ്പെഷ്യൽ പച്ചക്കറി വരട്ടിയതാണ്, അതായത് അച്ചിങ്ങ വരട്ടിയതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുവാൻ പോകുന്നത്. ഇനി നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഈ സവാളയും കറിവേപ്പിലയും ഒന്ന് മൊരിച്ച് എടുക്കണം. സവാള നല്ലൊരു ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഉണക്കമുളക് പൊടിച്ച് എടുത്തിട്ടുള്ളതാണ് നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ കറക്റ്റ് 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല, സോറി, മുളക് പൊടി ചേർക്കുന്നില്ല. അതിന് പകരം ഉണക്കമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കണേ, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ നേരത്തെ അടിച്ചിരിക്കില്ലേ, അത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കണേ. നന്നായിട്ട് ഇതിലേക്ക് ഇളക്കി കൊടുത്ത് നമുക്കിനി ഇതിലേക്ക് അച്ചിങ്ങ, ഇപ്പോൾ അച്ചിങ്ങന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും, വെണ്ടക്കയോ അല്ലെങ്കിൽ ബീൻസ്, ഏത് പച്ചക്കറി വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം. വെള്ളമില്ലാതെ വേണം ചേർക്കുവാനായിട്ട്. ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ മൂടിയിൽ വരുന്ന വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ എന്ത് പറ്റും, അടിയിൽ പിടിക്കും. നമ്മൾ ഒരു തരി പോലും വെള്ളം കറിക്ക് ഒഴിച്ചിട്ടില്ല, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണേ. അച്ചിങ്ങത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. നല്ല ഒരു എന്താ പറയുക, നല്ല തിക്കായിട്ടാണ് അച്ചിങ്ങ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. തരി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്